അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പോൾ അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെങ്കിൽ കൂടെ വയ്ക്കാൻ ആരും ഒന്നുമില്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. അപ്പം എനിക്കിത് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പം ഞാൻ എന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ഇതുപോലെ ഇപ്പം യൂട്യൂബ് സമയം കുറവാണ്. ഇപ്പം പഠിക്കണം, പരീക്ഷ ഇനിയിപ്പോൾ പരീക്ഷ വരുന്ന 2 എണ്ണം. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പം എന്ത് പറയാൻ അങ്ങനത്തെ ഒരു തിരക്കും കാര്യങ്ങളും. പിന്നെ അനിയനെ നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം. അനിയൻ ചേട്ടൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ കേൾക്കും. തിരിച്ച് അവൻ സംസാരിക്കത്തില്ല, അവന് സംസാരമില്ല. ആക്ഷനും കാണിക്കുക അങ്ങനത്തെ. പിന്നെ ഇപ്പൊ എന്ത് പറയാൻ അവന് എത്ര പെർസെന്റേജ് ഉണ്ട് മോനെ? അവന് 70% ഓട്ടിസമാണ്. അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ ഇപ്പൊ എന്ത് പറയാൻ ആരും ഇല്ല, ഞാനേ ഉള്ളൂ. അമ്മയും മോനും കൂടെയാണോ നോക്കുന്നത്? അതെ. സ്കൂളിലൊന്നും വിടുന്നില്ലേ? ഞാൻ ഇനിയേ വിടുന്നുള്ളൂ. അവന് പോകുന്നുണ്ടായിരുന്നു, കൊറോണ സീസൺ ഒക്കെ ആയപ്പോഴത്തേക്കും നിർത്തേണ്ടി വന്നു. ഒരുപാട് ബാധിച്ചത് അങ്ങനെയുള്ളവരെയാണ്. വീട്ടിൽ അടച്ചിരുന്നപ്പോ അവനും അത് ഒരുമാതിരിയാണ്. അവന്റെ പേര് അപ്പു എന്നാണ്, നേത്തൻ എന്നാണ് അവന്റെ പേര്. അവന്റെ പേര് അപ്പു എന്നാണ്, നേത്തൻ എന്നാണ് അവന്റെ ശരിക്കുള്ള പേര്. അപ്പം അവന് 16 വയസ്സുണ്ട്. അപ്പം അവന് എന്താ പറയാ, അവനെല്ലാം അറിയാം, എല്ലാം പറയണതൊക്കെ മനസ്സിലാവും, തിരിച്ച് സംസാരിക്കില്ല. പക്ഷെ അങ്ങനെ ഇപ്പൊ ശല്യം എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കുമെങ്കിലും കുഴപ്പമില്ല. അപ്പം എൻ്റെ ജീവിതം ഇതാണ്. അവനെ നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, അതിൻ്റെ കൂടെ പഠിത്തം. ഇതെല്ലാം കൂടെ ഇപ്പൊ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. സത്യം പറഞ്ഞാൽ യു ആർ വെരി പോസിറ്റീവ്. ഞാൻ വന്നപ്പോ ഇതൊന്നും അറിയാതെ ഞാൻ പറഞ്ഞു എന്തൊരു സ്മൈലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഭയങ്കര പോസിറ്റീവ് അല്ലേ? നമ്മളെ ആരെടുത്ത് വിഷമം കാണിക്കേണ്ട കാര്യമില്ല. നമ്മള് ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മള് വിഷമം പറഞ്ഞിട്ട് എന്ത് കിട്ടും? ആർക്കും കേൾക്കാൻ സമയമില്ല, എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ ഇല്ലേ. ആർക്കും കേൾക്കാൻ സമയമില്ല അവരവരുടെ വിഷമങ്ങൾ എല്ലാം. ഇപ്പം എന്റെ വിഷമം എന്റെ ഉള്ളിലിരിക്കും. എനിക്കിപ്പോ പബ്ലിക്കലി ഒരാളുടെ ഇപ്പൊ എത്ര ഫ്രണ്ട്ഷിപ്പാണ് എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ അവസ്ഥ നമുക്കേ അറിയത്തുള്ളൂ. അല്ല ഇപ്പൊ ഒരാളെടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവരത് കേട്ടിട്ട് അവര് കേൾക്കും. ഓക്കേടാ എല്ലാം ശരിയാവും, തീർന്നു. അല്ല അതിലൊരു എന്താ പറയാ, കേൾക്കാനുള്ളൊരു മനസ്സൊന്നും ആർക്കും ഇല്ല. അപ്പം അതിനുമ്പോ നമ്മളെന്തിനാ ഇവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റും എപ്പോഴും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ചിരിച്ചോണ്ടിരിക്കുക. പക്ഷെ ഈ ചേട്ടൻ ഒരു കലക്കും കേട്ടോ, അതെനിക്ക് ഉറപ്പാണ്. ആ സംസാരത്തിൽ കേട്ടോ എന്താ പറയാ, ജീവിതം എങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ സ്പെഷ്യൽ ഇത് കാണുമെന്ന് പറയാറുണ്ട്? പാട്ട്, ഡാൻസ്, കീബോർഡ്, അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ മാജിക് പ്ലാനറ്റില് ഇപ്പൊ അനിയനെ നോക്കുന്നുണ്ട്. അപ്പൊ അവിടത്തെ അറിയാം. അപ്പൊ അതൊരു അത്ഭുതമാണ് ആ സ്കൂള്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് എന്റെ പ്രയാസം ഒന്നും അല്ല. അവരെ കണ്ടപ്പോ എനിക്ക് ഒന്നും അല്ല. ഞാൻ എന്തുവാ പിന്നെ പാടുപെടുന്നത്? ഞാൻ ഒന്നും പാടുപെടുന്നില്ല. കാര്യം അവരുടെ ഓരോ അവസ്ഥ ഞാൻ അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇവനെ ഇടയ്ക്കിടയ്ക്ക് തെറാപ്പിക്ക് കൊണ്ടുപോകണം. അവിടെ ഇടയ്ക്ക് ഇവരെ വിളിക്കും, എന്നെ. അപ്പം അപ്പം അമ്മയ്ക്ക് എഴിച്ച് വരാൻ പോലും വയ്യ. ഞാനും അനിയനും ഓട്ടോ പിടിച്ചാണ് ഇവനെയും കൊണ്ട് എനിക്ക് അവിടെ പോയി ഇത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പഠിക്കണം, വീട്ടിലെ പണി ചെയ്യണം, ഓരോ ഇതാണ്. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ കഴിവെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവൻ അങ്ങനെയൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അവൻ അങ്ങനെ ഉള്ളതായിട്ടും എനിക്ക് അറിയില്ല. ഉണ്ടാവാം. അവൻ ഈ മറ്റേ ഇതുണ്ടായിരുന്നു, നമ്മുടെ ബീഡ്സ് കോർക്കുമല്ലോ, മാല ഉണ്ടാക്കുന്ന പരിപാടി, അത് പക്ഷെ നിന്നു. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കൂടെ നിർത്തേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് കഴിവുണ്ട്, പാട്ട് പാടും, മറ്റേ ഇൻസ്ട്രുമെന്റ്സ്. ആ മാജിക് പ്ലാന്റൊക്കെ പോയാൽ കാണാം, അത്ഭുതം കാണാം, അത്രയ്ക്കുണ്ട്. അങ്ങനെ അവരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി എനിക്ക് എന്ത് പ്രയാസമാണ്, എനിക്കൊന്നുമില്ല. അപ്പം എൻ്റെ അനിയൻ്റെ കേസിലാണെങ്കിൽ അവനങ്ങനെ കഴിവൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ പിള്ളേർ, ഇപ്പം ചേച്ചി ചോദിച്ച പോലെ ഓട്ടിസം പിള്ളേർക്ക് അങ്ങനെ സ്പെഷ്യൽ ഒരു നോർമൽ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു നോർമൽ മനുഷ്യനേക്കാളും ഇരട്ടി ബുദ്ധി കൂടുതലാണ് ഓട്ടിസം പിള്ളേർക്ക്. ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. എൻ്റെ അനിയൻ്റെ കേസ് എനിക്കറിയില്ല, ഞാൻ പൊതുവേ ഉള്ള പിള്ളേരുടെ കാര്യം പറഞ്ഞത്. നമ്മളെക്കാളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. നമ്മളെ കണക്ക് നോർമൽ അല്ലെന്നേ ഉള്ളൂ. ഇപ്പം സംസാരിക്കുന്നവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്. ഇപ്പം ഓട്ടിസത്തിൽ തന്നെ പല ടൈപ്പും ഉണ്ട്, ഒരുപാട് ഇതുണ്ട്, ഡൗൺ സിൻഡ്രോം, അങ്ങനെ പലതും ഉണ്ട്. ഇവരെയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് പറയാൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളോട് എന്താണ് ലക്ഷ്യം, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, എന്താണ്? എന്തായാലും ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. എന്താണ് പറയും, കേക്കട്ടെ, എല്ലാരും ഫ്രണ്ട്സ് എല്ലാരും കേക്കട്ടെ. ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യം +2 കഴിയുക, എനിക്ക് മാർക്ക് മേടിക്കുക. എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിലെ അവസ്ഥ ഏകദേശം
മോശമാണ്. ഞാൻ ഉഴപ്പി നടക്കുന്നതൊക്കെ ടൈപ്പാണ്. ഞാൻ പഠിക്കുക അങ്ങനെ വലിയ ഇതൊന്നും അല്ല. കാര്യം എനിക്ക് എൻ്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പം വരയ്ക്കും സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പം എന്താ പറയുക, സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാറുണ്ട് എന്ന് പറയാനൊന്നും ഇല്ല. ഇപ്പം എന്തെങ്കിലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ റീല് നോക്കി ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് സന്തോഷം എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അതിലിപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ആ ഫ്ലോയ്ക്കൊത്ത് ഞാൻ പോകുന്നു. ആരുടെ അടുത്ത് പരാതി പറയുന്നില്ല, പരിഭവം പറയുന്നില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലൊരു ജോലി അങ്ങനെ ഒരു ജോലിയായിട്ട് എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം കണ്ടുവച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ് പോകണമെന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് അതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എനിക്ക് ഷെഫ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വീട്ടിലെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആഹാരം ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ അടുത്തൊരു പ്രിയം തോന്നി. ഏറ്റവും നന്നായി ഉണ്ടാക്കുന്ന ഫുഡ് എന്താ സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ളത്? സ്വന്തം അങ്ങനെ ഇപ്പൊ പറയാനാണെങ്കിൽ ഞാൻ ഹെവി ആയിട്ടുള്ള അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഒരു വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ എൻ്റെ സ്വന്തം ചെറുതായിട്ടൊന്ന് ശ്രമിച്ചതാണ്. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാനത് ഉണ്ടാക്കി കൊടുക്കും. അതാണ് എനിക്ക് പേഴ്സണലി ഇതുള്ള. പിന്നെ അങ്ങനെ ഇപ്പോൾ പറയാൻ അങ്ങനെ ഹെവി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരാളൊന്നുമല്ല. പിന്നെ വീട്ടിൽ ഞങ്ങൾക്ക് 3 പേർക്ക് എന്താണ് വേണ്ടത് അതിനുള്ളത് ഉണ്ടാക്കി. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ഗംഭീരം, പോസിറ്റീവ് ആയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ അല്ലേ? മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം, തുള്ളി തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ, നിറം പകർന്നാലും നിനവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുൻപേ ദൂരെ ദൂരെ പറയാതെ അന്നു നീ മാഞ്ഞു പോയെന്തേ നിലാവേ മായുമോ, കിനാവും നോവുമായി ഇളം തേൻ തെന്നലായി തലോടും പാട്ടുമായി.